എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയുടെ ഒരു താൽക്കാലിക നിയമനത്തെ പറ്റിയാണ്. കുടുംബശ്രീ ഹരിതകർമ്മസേന പദ്ധതി നിർവഹണത്തിനായി ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ, ഹരിതകർമ്മസേന CDS കോർഡിനേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഹരിതകർമ്മസേന ജില്ലാ കോർഡിനേറ്റർ ഓരോ ജില്ലകളിലും ഓരോ ഒഴിവുകൾ വീതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹരിതകർമ്മസേന CDS കോർഡിനേറ്റർ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 941 ഒഴിവുകളാണ് ഉള്ളത്. ഓരോ ജില്ലയിലും എത്ര ഒഴിവുകളുണ്ടെന്ന് അറിയാൻ വേണ്ടി കുടുംബശ്രീയുടെ സൈറ്റായ www.kudumbashree.org/careers എന്ന ലിങ്കിൽ വന്നിരിക്കുന്ന ഓരോ ജില്ലകളുടെയും നോട്ടിഫിക്കേഷൻ കാണുക. എറണാകുളം ജില്ലയുടെ നോട്ടിഫിക്കേഷൻ മാതൃകയിലൂടെ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽസ് നോക്കുന്നത്. ഇതുപോലെ മറ്റ് ജില്ലകളുടെ വിശദ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന വിജ്ഞാപനം കുടുംബശ്രീ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയുടെ നോട്ടിഫിക്കേഷൻ നോക്കി അപേക്ഷിക്കുക. നമുക്കിനി മറ്റ് വിശദവിവരങ്ങൾ നോക്കാം. ജില്ലാ കോർഡിനേറ്റർ തസ്തികയിലേക്ക് ബിരുദാനന്തര ബിരുദം, കമ്പ്യൂട്ടർ പരിജ്ഞാനം കൂടാതെ 2 വർഷത്തെ ഫീൽഡ് ലെവൽ പ്രവൃത്തി പരിചയം എന്നിവ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 25,000 രൂപയാണ് പ്രതിമാസ ഓണറേറിയം. പ്രായം എന്ന് പറയുന്നത് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. അടുത്തത് CDS കോർഡിനേറ്റർ, ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനം. സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയാണ് CDS കോർഡിനേറ്റർ. പ്രതിമാസ ഓണറേറിയം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. പ്രായം 25 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ. എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം: അപേക്ഷാ ഫോം കുടുംബശ്രീ CDS ഓഫീസിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ www.kudumbashree.org എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി, മറ്റ് ബന്ധപ്പെട്ട രേഖകൾ, അതാത് ജില്ലയിൽ മാറാവുന്ന 200 രൂപയുടെ DD എല്ലാം കൂടെ കവറിലാക്കി അപേക്ഷ അയക്കുന്ന കവറിന് പുറത്ത് ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ തസ്തികയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട മേൽവിലാസവും DD ആരുടെ പേരിലാണ് എടുക്കേണ്ടതെന്നും ഓരോ ജില്ലയുടെ വിജ്ഞാപനത്തിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട്. എല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കുക. 2 തസ്തികയിലേക്കും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 സെപ്റ്റംബർ 2024 വൈകിട്ട് 5 മണി വരെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്